നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ ഏറ്റവും പുതിയ കൊറിയൻ മൂവിയാണ് വാൾ ടു വാൾ. ഈ ഒരു മൂവി കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പക്ക ഹൊറർ മൂഡിലായിരിക്കും സിനിമ പോകുന്നത്, കാരണം അങ്ങനത്തെ ഒരു എലമെന്റ്സ് ഒക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ സിനിമ ഒരു പക്ക മിസ്റ്ററി ത്രില്ലർ ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് എല്ലാ ചെറുപ്പക്കാരെയും പോലെ ഒരു വീട് വാങ്ങണം, സെറ്റിൽ ആവണം എന്നുള്ള മൈൻഡ് സെറ്റ് നടക്കുന്ന ഒരു പയ്യാണ് ഉങ് സോങ്. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ പുള്ളിക്കാരൻ ഒരു ഫ്ലാറ്റ് വാങ്ങും, ലോണിലാണ് വാങ്ങുന്നത്. സോ അതിന്റെ EMI കുറെ പരിപാടിയൊക്കെ ഉണ്ട്. ആൻഡ് ഓഫീസിലെ സാലറി വെച്ചിട്ട് EMI നടക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അതിന്റെ ടെൻഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ. സോ ഈ സ്ട്രഗിൾസിനൊക്കെ ശേഷം താൻ വീട്ടിൽ പോയി സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാന്ന് വിചാരിക്കുമ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഇയാൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര ശബ്ദവും ബഹളവും, എപ്പോഴും വീടിന്റെ മേളിലുള്ള വീട്ടിൽ നിന്ന് സൗണ്ട് കേട്ടോണ്ടിരിക്കും. ഇയാൾ എപ്പോഴൊക്കെ വീട്ടിലുണ്ടോ അപ്പോഴൊക്കെ ശബ്ദമാണ്. സോ അത് ആരാണ് ശബ്ദം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സൗണ്ടിന്റെ ബാക്കിലുള്ള മിസ്റ്ററി എന്താണെന്നാണ് സിനിമ സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് അല്ലെങ്കിൽ പ്രീ ക്ലൈമാക്സ് പോർഷനിൽ നമ്മൾ ഈ സിനിമയിൽ കണ്ടുവന്ന പല കാര്യങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ കാണിക്കുന്നുണ്ട്. അത് കുറച്ച് നൈസ് ആയിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു അത്. ഞാൻ വേറെ രീതിയിലൊക്കെ പ്രതീക്ഷയായിരുന്നു. ഞാൻ ഈ സിനിമയുടെ ഒരു ട്രാക്ക് വെച്ചിട്ട് ഓക്കെ ഇത് ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹൊറർ മൂഡിലായിരിക്കും ഇത് കൊണ്ടുവരിക്കുന്നത്, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചപ്പോൾ സിനിമ വേറൊരു ട്രാക്കിലാണ് കൊണ്ട് എത്തിച്ചത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ ഒരു നൈസ് ആയിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ മൂവി തന്നെയാണ്. ആ ഒരു മിസ്റ്ററി എലമെന്റ് സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ബിൽഡ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആയാലും ആ ഒരു ക്ലൈമാക്സ് പോർഷൻസ് ആയാലും എല്ലാം നൈസ് ആയിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയിൽ ആ ഒരു ഫ്ലാറ്റ് താമസിക്കുന്ന ആളുടെ കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെല്ലാവരും കിളി പോയതുപോലെ ആയിരിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആണ്. അതായത് ഒരു പോയിന്റ് നമുക്ക് ചുമ്മാ ഗസ്റ്റ് ചെയ്ത് നോക്കാൻ പോലും പറ്റത്തില്ല ഇന്ന ആളാണ് അത് ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാവരും ഒരേ തരത്തിലുള്ള ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആണ്. അതിഗംഭീരമായിട്ടുള്ള ഒരു കിടില മൂവി അല്ലെങ്കിൽ വേറെ ലെവലായിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ ഒന്നും പറയുന്നില്ല. ഈ ഒരു മൂവിയിൽ സംസാരിച്ചു വന്ന പല കാര്യങ്ങളുടെയും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഒറിജിൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ സിനിമ സംസാരിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഈ സിനിമയുടെ പ്രസന്റേഷൻ നൈസ് ആയിരുന്നു. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. മൂവി നെറ്റ്ഫ്ലിക്സിലുണ്ട്. മലയാളം ഡബ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ചെക്ക് ചെയ്തില്ല. തമിഴ്, ഹിന്ദി ആ ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.